ഹായ് ഓൾ, എ&എസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എ&എസ് അക്കാഡമിയുടെ കൺസെപ്റ്റ് സിംപ്ലിഫൈഡ് എന്നുള്ള ഈ ഒരു സെഷനിൽ നമ്മൾ ഇന്ന് പറയുന്നത് നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ എന്നുള്ള കാര്യമാണ്. ഓക്കെ, നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ നിങ്ങൾ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും നമ്മൾ ഇമ്മ്യൂണൈസേഷൻ സെൻറ്റേഴ്സിലൊക്കെ പോയിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ, അതുകൊണ്ട് അതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ്, ആ ഒരു ഷെഡ്യൂളാണ് ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. സോ അപ്പോൾ നമുക്ക് ഇത് പഠിക്കാനായിട്ട് നമ്മൾ വാക്സിനേഷൻ ഏതാണെന്ന് അറിയണം, അതിൻ്റെ ഡോസ് എത്രയാണെന്ന് അറിയണം, അതിൻ്റെ റൂട്ട് അറിയണം, അതിൻ്റെ സൈറ്റ് അറിയണം. ഇത്രയാണ് മെയിൻലി അറിയാനുള്ള കാര്യങ്ങൾ. പല എക്സാമിനും, സെൻട്രൽ എക്സാംസിനും അതുപോലെ തന്നെ കേരള PSC എക്സാംസിനും പല തവണയായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതിൽ തന്നെയുണ്ട്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ വാക്സിനേഷനിലേക്ക് പോവാണ്. സോ ആദ്യം നമ്മൾ പറയുന്നത് ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ളൊരു മദറിന് എടുക്കേണ്ട വാക്സിനേഷനെ പറ്റിയിട്ടാണ്. ആദ്യം വരുന്നത് TT. ഓക്കെ, TT ഫസ്റ്റ് ഡോസ് എടുക്കുന്നത് എപ്പോഴാണ് ഒരു പ്രഗ്നൻ്റ് ആണ് എന്നറിയുന്നത്, ആ ഒരു സമയത്താണ് TT ഫസ്റ്റ് ഡോസ് എടുക്കുന്നത്. ഇപ്പോൾ TT നമ്മൾ പ്രഗ്നൻ്റ് ആണെങ്കിലും അല്ലെങ്കിലും നമുക്ക് എടുക്കുന്നത് നമുക്ക് അറിയാം, അത് IM ആയിട്ടാണ് എടുക്കുന്നത്, അത് അപ്പർ ആമിലാണ് എടുക്കുന്നത്, നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. സോ അപ്പോൾ നമ്മൾ അത് തന്നെയാണ് ആദ്യം പറയുന്നത്. TT ഫസ്റ്റ് ഡോസ് എടുക്കുന്നത് കുട്ടി പ്രഗ്നൻ്റ് ആണ്, ഒരാൾ പ്രഗ്നൻ്റ് ആണ് എന്നറിയുന്ന സമയത്ത് തന്നെയാണ്. അത് എടുക്കുന്നത് 0.5 ml ആണ്, അതുപോലെ തന്നെ അപ്പർ ആമിലാണ് എടുക്കുന്നത്. സോ ഫസ്റ്റ് ഡോസ് ഓഫ് TT എടുത്തു, അത് കഴിഞ്ഞിട്ട് 4 weeks കഴിഞ്ഞിട്ടായിരിക്കും സെക്കൻഡ് ഡോസ് ഓഫ് TT വരുന്നത്, അല്ലെങ്കിൽ 4 weeks അല്ലെങ്കിൽ 1 month കഴിഞ്ഞിട്ടായിരിക്കും സെക്കൻഡ് ഡോസ് ഓഫ് TT വരുന്നത്. സോ TT ഡോസും എല്ലാം സെയിം തന്നെയാണ്, 0.5 ml തന്നെയാണ്, IM തന്നെയാണ്. ഇനി ഈ നേരത്തെയുള്ള പ്രഗ്നൻസിയിൽ ഒരു സബ്സിക്വൻറ്റ് പ്രഗ്നൻസിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിത്തിൻ 3 years ഈ TT ഡോസസ് ഒക്കെ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബൂസ്റ്റർ ഡോസ് മതി, TTയുടെ ബൂസ്റ്റർ ഡോസ് മതി. സോ അതാണ് പ്രഗ്നൻറ്റ് മദറിനെ സംബന്ധിച്ചിട്ടുള്ള ഇമ്മ്യൂണൈസേഷൻ TT. ദെൻ അത് കഴിഞ്ഞിട്ട് ഈ കുട്ടി പ്രഗ്നൻ്റ് ആയി, അത് കഴിഞ്ഞ് 9 months കഴിഞ്ഞ് കുട്ടി ഹോസ്പിറ്റലിൽ പോയി ഡെലിവറി കഴിഞ്ഞു. ആ ഡെലിവറി കഴിഞ്ഞ് ആ കുഞ്ഞിന് വരുന്ന വാക്സിനേഷനാണ് ഇനി ഇതിൽ വരുന്നത്. സോ അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഡെലിവറി ആയിക്കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കുറച്ച് വാക്സിൻസ് കൊടുത്തിട്ടാണ് കുട്ടിയെ വിടുന്നത്. ഓക്കെ, അപ്പോൾ മെയിൻലി നമ്മൾ അവിടെ കൊടുക്കുന്നത് 3 വാക്സിൻസാണ്. BCG ഉണ്ട്, OPV ഉണ്ട്, അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് B വാക്സിൻ ഉണ്ട്. ഓക്കെ, സോ അപ്പോൾ BCGയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും, കുഞ്ഞ് ജനിച്ച സമയത്ത് തന്നെ ആദ്യം കൊടുക്കുന്ന വാക്സിൻ ഏതാണെന്നുള്ള നമ്മൾ കേട്ടിട്ടുണ്ട്. സോ അത് BCG വാക്സിനാണ്. സോ BCG എപ്പോഴാണ് കൊടുക്കേണ്ടതെന്ന് നമ്മൾ പറഞ്ഞ പോലെ അറ്റ് ബർത്ത് ആസ് ഏർലി ആസ് പോസിബിൾ എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡോസ് വരുമ്പോഴത്തേനും BCG നമ്മൾ ഇൻട്രാഡേർമലായിട്ട് നമ്മൾ ലെഫ്റ്റ് അപ്പർ ആമിൽ ഇടത്ത് കയ്യിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇൻട്രാഡേർമൽ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഡോസ് വളരെ കുറവാണ്, 0.1 ml മാത്രമേ വരുന്നുള്ളൂ. സോ ഇൻട്രാഡേർമലായിട്ട് 0.1 ml ആണ് കൊടുക്കുന്നത്, ലെഫ്റ്റ് അപ്പർ ആമിലാണ് കൊടുക്കുന്നത്. നമുക്ക് പണ്ട് BCG വാക്സിൻ എടുത്തിട്ടുള്ളതിൻ്റെ സ്കാർ നമ്മൾ ഇടത് കൈയുടെ മേലുള്ള ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും അതിൻ്റെ സ്കാർ നമുക്ക് കാണാം. ഓക്കെ, സോ ഇൻട്രാഡേർമലായിട്ടാണ് കൊടുക്കുന്നത് BCG. ദെൻ അത് കഴിഞ്ഞിട്ട് വരുന്നത് ഹെപ്പറ്റൈറ്റിസ് B എന്ന് പറയും. ഓക്കെ, ഹെപ്പറ്റൈറ്റിസ് B വരുമ്പോഴത്തേനും അതും ഈ പറഞ്ഞ പോലെ കുട്ടി ജനിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ കൊടുക്കുന്ന വാക്സിനാണ്. സോ ഹെപ്പറ്റൈറ്റിസ് B വരുമ്പോഴത്തേനും അത് 0.5 ml ആണ് നമ്മൾ കൊടുക്കുന്നത്, അത് ഇൻട്രാമസ്കുലർ ആയിട്ടാണ് കൊടുക്കുന്നത്. അത് എവിടെയാണ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് മിഡ് ടൈയിൽ, അതായത് ലെഫ്റ്റ് മിഡ് ടൈയുടെ ആൻറ്റീരിയോ ലാറ്ററൽ ആസ്പെക്റ്റ്, ആൻറ്റീരിയറിൻ്റെ ഫ്രണ്ടിലാണ് കൊടുക്കുന്നത്, ലാറ്ററൽ ആസ്പെക്റ്റിലാണ് കൊടുക്കുന്നത്. സോ അതാണ് ആൻറ്റീരിയോ ലാറ്ററൽ ആസ്പെക്റ്റ് ഓഫ് ലെഫ്റ്റ് മിഡ് ടൈ എന്ന്, ഇടത് കാലിലായിട്ടാണ്, കുട്ടിയുടെ ഇടത് കാലിലായിട്ടാണ് കൊടുക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് B. ഈ ഒരു സൈറ്റ് ഓർത്ത് വയ്ക്കുക, കാരണം ഇനി പറയുന്ന പല വാക്സിൻസിലും ഈ ഒരു സൈറ്റ് റിപ്പീറ്റ് ചെയ്യുന്നു. സോ അപ്പോൾ BCG പറഞ്ഞു, ഹെപ്പറ്റൈറ്റിസ് B പറഞ്ഞു. ദെൻ അടുത്ത പറയുന്നത് OPV ആണ്. OPV അല്ലെങ്കിൽ ഓറൽ പോളിയോ വാക്സിൻ 0 ഡോസ് എന്നാണ് പറയുന്നത്. 0 ഡോസ്, അതായത് ജനിച്ച സമയത്ത് കൊടുക്കുന്ന ഡോസിന് 0 ഡോസ് എന്ന് പറയും. ഓക്കെ, സോ അപ്പോൾ OPV 0 ഡോസാണ്. നമുക്കറിയാവുന്ന പോലെ അത് പെർ ഓറൽ, അല്ലെ, തുള്ളി മരുന്നായിട്ടാണ് കൊടുക്കുന്നത്. സോ അപ്പോൾ 2 drops ആയിട്ട് ആദ്യം വളരെ കഷ്ടപ്പെട്ട് കുട്ടിയുടെ വായ ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് നമ്മളൊരു ഡ്രോപ്പ് കൊടുക്കും. അത് കഴിഞ്ഞ് അടുത്ത് ഒന്നുകൂടെ പിടിച്ചു വെച്ചിട്ട് 1 ഡ്രോപ്പ് കൂടെ കൊടുക്കും. സോ അങ്ങനെ 2 drops ആയിട്ടാണ് കൊടുക്കുന്നത് പെർ ഓറൽ. അതുകൊണ്ട് തന്നെ അതിന് വേറെ സൈറ്റായിട്ട് നമുക്ക് പറയാനില്ല.
ഓക്കെ, സോ അപ്പോൾ ഇത്രയും വാക്സിൻസ് കൊടുത്തിട്ട്, അതായത് BCG, ഹെപ്പറ്റൈറ്റിസ് ബി, OPV ഇത്രയും കൊടുത്തിട്ട് കുട്ടീനെ അമ്മയെ ഡിസ്ചാർജ് ചെയ്യുകയാണ് പതിവ്. ഓക്കെ, സോ അപ്പോൾ ആ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് തന്നെ അവർക്ക് ഡിസ്ചാർജ് സമ്മറിയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അടുത്ത കുട്ടിയുടെ വാക്സിനേഷന് വേണ്ടി എപ്പോഴാണ് വരേണ്ടതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ എഴുതിയിട്ടുണ്ടാവും 6 വീക്സ് ആകുമ്പോൾ, കുട്ടിക്ക് 6 വീക്സ് ആകുമ്പോഴാണ് നമ്മൾ അടുത്ത വാക്സിൻ എടുക്കാനായിട്ട് വരുന്നത്. ചില മദേഴ്സ് അല്ലാന്നുണ്ടെങ്കിൽ ചില റിലേറ്റീവ്സിന് കുറച്ച് ആൻസൈറ്റി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ചോദിക്കും, സിസ്റ്റർ 6 വീക്സ് അത് കഴിഞ്ഞ് പിന്നെ ഉടനെ വീണ്ടും വരേണ്ടി വരുമോ എന്ന് ചോദിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളവരോട് നമുക്ക് വ്യക്തമായിട്ട് പറയേണ്ടി വരും 6 വീക്സിലുണ്ട്, 10 വീക്സിലുണ്ട്, 14 വീക്സിലുണ്ട്. ഈ 3 അത്യാവശ്യം ഉടനെ ഉള്ള വാക്സിൻസ് ഇതൊക്കെയാണ്. അതായത് 6 ആഴ്ച, 10ാമത്തെ ആഴ്ച, 14ാമത്തെ ആഴ്ച. ഈ 3 ആഴ്ചകളിലുമാണ്, 3 ടൈമിലാണ് കുട്ടിക്ക് ഡിസ്ചാർജ് കഴിഞ്ഞിട്ട് വരുന്ന വാക്സിനേഷൻസ് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. സോ അപ്പോൾ നമ്മൾ 6 വീക്സ്, 10 വീക്സ്, 14 വീക്സിൽ വരുന്ന വാക്സിൻസാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, ആദ്യം നമ്മൾ OPV പറഞ്ഞിട്ടാണ്, നമ്മളിപ്പോൾ OPV പറഞ്ഞാണ് നിർത്തിയത്. OPV വരെ കുട്ടിക്ക് OPV 0 ഡോസ് വരെ കൊടുത്തിട്ടാണ് കുട്ടിയെ ഡിസ്ചാർജ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് OPV തന്നെ വീണ്ടും പറയുകയാണ്. അതായത് 6 വീക്സ്, 10 വീക്സിൽ, 14 വീക്സിൽ കൊടുക്കുന്ന വാക്സിൻസാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അതിൽ ആദ്യം വരുന്ന 6 വീക്സ്, 10 വീക്സ്, 6 വീക്സിൽ വരുന്ന ആദ്യത്തെ വാക്സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OPV1. ഓക്കെ, 6 വീക്സ്, 10 വീക്സ്, 14 വീക്സ്, OPV1, OPV2, OPV3. ഓക്കെ, ആ 3 വാക്സിൻസുമാണ് 6 വീക്സും 10 വീക്സും 14 വീക്സും വരുന്നത്. OPV നമ്മൾ നേരത്തെ കേട്ടതുപോലെ തന്നെ 2 ഡ്രോപ്സ് തന്നെയാണ്, പെർ ഓറൽ തന്നെയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് തന്നെ സൈറ്റ് പറയാനില്ല. ഇനി അടുത്ത നമ്മൾ പറയുന്നത് റോട്ടാ വൈറസ് വാക്സിനാണ്. അതൊരു ഓപ്ഷണൽ വാക്സിനാണ്. റോട്ടാ വൈറസ് വാക്സിൻ ഇതുപോലെ 6 വീക്സിലും 10 വീക്സിലും 14 വീക്സിലും കൊടുക്കും. പക്ഷേ OPVയെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ 5 ഡ്രോപ്സ് ആണ് കൊടുക്കുന്നത്. 2 ഡ്രോപ്സ് അല്ല, 5 ഡ്രോപ്സ് ആണ് കൊടുക്കുന്നത്. അതും പെർ ഓറൽ തന്നെയാണ് കൊടുക്കുന്നത്. ഇനി അടുത്ത 6 വീക്സ്, 10 വീക്സ്, 14 വീക്സിൽ കൊടുക്കുന്ന അടുത്ത വാക്സിനാണ് പെൻറ്റാവാലൻ്റ് എന്ന് പറയുന്നത്. EC5 എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. പെൻറ്റാവാലൻ്റ് വാക്സിൻ, പെൻറ്റാവാലൻ്റ് 1, പെൻറ്റാവാലൻ്റ് 2, പെൻറ്റാവാലൻ്റ് 3. അതായത് 6 വീക്സിൽ, 10 വീക്സിൽ, 14 വീക്സിൽ കൊടുക്കും. പെൻറ്റാവാലൻ്റ് വാക്സിൻ ആകുമ്പോഴത്തേനും നമ്മൾ കൊടുക്കുന്നത് IM ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡോസ് 0.5 ml ആണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അതിൻ്റെ സൈറ്റ് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സൈറ്റ് തന്നെയാണ്, ആൻട്രോ ലാറ്ററൽ ആസ്പെക്റ്റ് ഓഫ് ലെഫ്റ്റ് മിഡ് തൈ. ഞാൻ ആദ്യം പറഞ്ഞ സൈറ്റ് തന്നെ, അതായത് നമ്മുടെ ഹെപ്പറ്റൈറ്റിസ് ബിക്ക് കൊടുത്ത അതേ റൂട്ട് തന്നെയാണ്, സൈറ്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്, ആൻട്രോ ലാറ്ററൽ ആസ്പെക്റ്റ് ഓഫ് ലെഫ്റ്റ് മിഡ് തൈ. അങ്ങനെ പെൻറ്റാവാലൻ്റ് വാക്സിൻ 1, 2, 3 കൊടുക്കുന്നു. അപ്പോൾ 6, 10, 14 വീക്സിൽ വാക്സിനേഷൻസ് കഴിഞ്ഞു. ഓക്കെ, ഇനി ഈ 6, 10, 14 വീക്സ് അല്ലാതെ നടുക്കുള്ള 10നെ ഒഴിവാക്കിയിട്ട് 6 വീക്സിലും 14 വീക്സിലും കൊടുക്കുന്ന കുറച്ച് വാക്സിൻസ് ഉണ്ട്. അതൊക്കെ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അത് വരുന്നത് 6 വീക്സിലും 14 വീക്സിലും വരുന്ന 2 വാക്സിൻസാണ് ഉള്ളത്. ഒന്ന് PCV എന്ന് പറയും, ന്യൂമോകോക്കലിൻ്റെ വാക്സിനേഷനാണ് 6 വീക്സിലും 14 വീക്സിലും ഉള്ളത്. സോ അത് ന്യൂമോകോക്കലിൻ്റെ വാക്സിനേഷനാണ്. അത് 0.5 ml തന്നെയാണ്, IM ആണ്. പക്ഷേ ഒരു ചേഞ്ച് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റിറോ ലാറ്ററൽ ആസ്പെക്റ്റ് ഓഫ് റൈറ്റ് മിഡ് തൈ ആണ്. അപ്പോൾ ഇതുവരെയുള്ള നമ്മൾ IM റൂട്ട് പറഞ്ഞത് ലെഫ്റ്റ് മിഡ് തൈ ആയിരുന്നു. ഇവിടെ വന്നപ്പോഴത്തേന് നമുക്ക് റൈറ്റ് മിഡ് തൈ, ആൻറ്റിറോ ലാറ്ററൽ ആസ്പെക്റ്റ് ഓഫ് റൈറ്റ് മിഡ് തൈയിലാണ് നമ്മൾ PCV കൊടുക്കുന്നത്. ഓക്കെ, ഇനി അതുപോലെ 6 വീക്സിലും 14 വീക്സിലും വരുന്ന അടുത്ത വാക്സിനേഷനാണ് IPV എന്ന് പറയും. ഓക്കെ, ഇനാക്ടിവേറ്റഡ് പോളിയോ വാക്സിൻ. അതും 6ഉം 14 വീക്സിലുമാണ് കൊടുക്കുന്നത്. അതായത് 2 ഫ്രാക്ഷണൽ ഡോസ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ അത് IPV ആകുമ്പോഴത്തേന് നമുക്ക് ഇൻട്രാഡേർമലാണ് കൊടുക്കുന്നത്. ഇൻട്രാഡേർമൽ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഡോസും വളരെ കുറവാണ്, 0.1 ml വരുന്നുള്ളൂ. ഓക്കെ, സോ അത് കൊടുക്കുന്നത് റൈറ്റ് അപ്പർ ആമിലാണ്. IPV കൊടുക്കുന്നത് റൈറ്റ് അപ്പർ ആമിലാണ്. സോ ഇത്രയും കൊടുത്തു കഴിയുമ്പോൾ 6 വീക്സ്, 10 വീക്സ്, 14 വീക്സ് ഇത്രയും കൊടുത്തു കഴിയുമ്പോഴത്തേനും നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള വാക്സിൻസ് കഴിഞ്ഞു. ഇനി അവർക്ക് കുറച്ച് നാളൊരു ചെറിയൊരു ബ്രേക്കാണ്. അത് കഴിഞ്ഞിട്ട് 9 മന്ത്സ് ആകുമ്പോൾ മാത്രമേ നമുക്ക് അടുത്ത വാക്സിൻ വരുന്നുള്ളൂ. 9 മന്ത്സ് അല്ലെങ്കിൽ 9 കംപ്ലീറ്റഡ് മന്ത്സ് പറയും. അതായത് ഇപ്പോൾ ഈ 14 വീക്സിൽ കൊടുത്തിട്ട് മദറിനോട് ഇമ്മ്യൂണൈസേഷൻ ചാർട്ടും എല്ലാം കൊടുത്തിട്ട് അവർക്ക് ഇമ്മ്യൂണൈസേഷൻ്റെ ബുക്കുണ്ട്. ആ ബുക്കിലെല്ലാം ലേബൽ ചെയ്താണ് കൊടുക്കുന്നത്, മീൻസ് കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്താണ് കൊടുക്കുന്നത്. അപ്പോൾ അവരോട് പറയും 9 മന്ത്സ് ആകുമ്പോഴാണ് നിങ്ങൾക്ക് വരേണ്ടതെന്ന് പറയും. 9 മന്ത് ആവുമ്പോൾ തന്നെ വിളിച്ചു കൊടുക്കും. ആരാണ്? ആശാ വർക്കറിനെ വിളിച്ചു കൊടുക്കും അല്ലേ? ആ ഒരു ഏരിയയിൽ ആശാ വർക്കറായിരിക്കും അത് കോർഡിനേറ്റ് ചെയ്യുന്നത്. സോ ആശാ വർക്കറിനെ വിളിച്ചു കൊടുക്കും, ചേച്ചി എൻ്റെ കുട്ടിക്ക് 9 മാസം ആവുന്നു, എപ്പോഴാണ് വരേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ അവർ പറയുന്നത് 9 മാസം തികഞ്ഞ് കഴിഞ്ഞിട്ടേ നമ്മൾ എടുക്കത്തുള്ളൂ.
എടുക്കത്തുള്ളൂ. അതായത് 9 കംപ്ലീറ്റഡ് മന്ത് ആകുമ്പോഴേ അത് എടുക്കത്തുള്ളൂ. സോ അപ്പോൾ 9 കംപ്ലീറ്റഡ് മന്ത്സിൽ വരുന്നത് നമ്മളെല്ലാവരും നേരത്തെ യൂഷ്വലി ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ പലരും ഏറ്റവും ശ്രദ്ധിച്ച് പഠിച്ചിട്ടുള്ളൊരു സാധനമാണ് 9 മന്ത്സിൽ വരുന്നത് മീസൽസ് എന്ന് പറയുന്നത് അല്ലേ. സോ അപ്പോൾ ഇപ്പോൾ അത് റിവൈസ്ഡ് ആയിട്ട് MR ആയിട്ടാണ് കൊടുക്കുന്നത്. മീസൽസ് റുബെല്ല കമ്പൈൻഡ് മീസൽസ് റുബെല്ല ആയിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ. സോ അപ്പോൾ 9 മന്ത്സിൽ വരുന്ന 9 കംപ്ലീറ്റഡ് മന്ത്സിൽ വരുന്ന കുറച്ച് വാക്സിനേഷൻസ് ഉണ്ട്. അതിലാദ്യം പറഞ്ഞത് MR ഫസ്റ്റ് ഡോസ് 9 കംപ്ലീറ്റഡ് മന്ത്സിലുള്ളത്. അത് നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ക്യൂ ആയിട്ടാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ അത് റൈറ്റ് അപ്പർ ആമിലാണ് വരുന്നത്. ഓക്കെ. അപ്പോൾ സബ്ക്യൂ ആണെന്നുണ്ടെങ്കിൽ ഡോസ് 0.5 ml തന്നെയാണ്. ഓക്കെ. അപ്പോൾ മീസൽസ് റുബെല്ല ഫസ്റ്റ് ഡോസ് വരുന്നത് മീസൽസ് റുബെല്ല ഫസ്റ്റ് ഡോസ് വരുന്നത് 0.5 ml ആണ്. 9 കംപ്ലീറ്റഡ് മന്ത്സിലാണ് വരുന്നത്. സബ്ക്യൂ ആയിട്ടാണ് റൈറ്റ് അപ്പർ ആമിലാണ് വരുന്നത്. ഓക്കെ. അതുപോലെ തന്നെ 9 കംപ്ലീറ്റഡ് മന്ത്സിലാണ് വേറെയും കുറച്ച് വാക്സിൻസ് കൂടെ ഉണ്ട്. സോ ആദ്യത്തെ MR പറഞ്ഞു, മീസൽസ് റുബെല്ല പറഞ്ഞു. സോ നമ്മൾ അടുത്ത പറയുന്നത് PCV ബൂസ്റ്റർ ഡോസാണ്. PCV ബൂസ്റ്റർ ഡോസിൽ ഈ 9 കംപ്ലീറ്റഡ് മന്ത്സിൽ തന്നെയാണ് PCV ബൂസ്റ്റർ ഡോസും വരുന്നത്. അത് 0.5 ml തന്നെയാണ്. അതുപോലെ തന്നെ IM റൂട്ടാണ് അത് വരുന്നത്. അതിൻ്റെ സൈറ്റ് വരുന്നത് ആൻട്രോ ലാറ്ററൽ ആസ്പെക്റ്റ് ഓഫ് റൈറ്റ് മിഡ് തൈ ആണ്. ഓക്കെ. സോ റൈറ്റ് മിഡ് തൈയിലാണ് നമ്മുടെ ഈ PCV ബൂസ്റ്റർ വരുന്നത്. അതുപോലെ നമുക്ക് 9 കംപ്ലീറ്റഡ് മന്ത്സിൽ വരുന്ന തൊട്ടടുത്തൊരു വാക്സിനാണ് JE ജാപ്പനീസ് എൻസെഫലൈറ്റിസ് ഫസ്റ്റ് ഡോസ് JE ഫസ്റ്റ് ഡോസ്. സോ അപ്പോൾ JEയുടേതും 0.5 ml തന്നെയാണ്. IM തന്നെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സൈറ്റ് വരുമ്പോഴത്തേനും ആൻട്രോ ലാറ്ററൽ ആസ്പെക്റ്റ് ഓഫ് ലെഫ്റ്റ് മിഡ് തൈ നമ്മുടെ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ സെയിം വാക്സിനേഷൻസ്. അപ്പോൾ അടുത്തടുത്തുള്ള ഒരേ സമയത്തുള്ള 2 വാക്സിൻസിന് 2 സൈറ്റാണ്. ഒന്ന് ലെഫ്റ്റും ഒന്ന് റൈറ്റും. ഓക്കെ. അതായത് PCVക്ക് നമ്മൾ പറഞ്ഞ റൈറ്റ് മിഡ് തൈ ആണ്. അതുപോലെ നമ്മുടെ JEക്ക് വരുമ്പോഴത്തേനും അത് ലെഫ്റ്റ് മിഡ് തൈ ആണ്. ഓക്കെ. ഇതിൻ്റെ കൂടെ ഒരു വാക്സിൻ കൂടെ ഉണ്ട്. ഈ 9 കംപ്ലീറ്റഡ് മന്ത്സിൽ തന്നെ ഒരു വാക്സിൻ കൂടെ ഉണ്ട്, വൈറ്റമിൻ എയുടെ ഡ്രോപ്സ്. വൈറ്റമിൻ എ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ഈ 9 കംപ്ലീറ്റഡ് മന്ത്സിലാണ് നമ്മുടെ വൈറ്റമിൻ എ, ഈ MRൻ്റെയൊക്കെ കൂടെയാണ് വൈറ്റമിൻ എ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം വൈറ്റമിൻ എ തുള്ളി മരുന്നായിട്ടാണ് കൊടുക്കുന്നത്. അതായത് 1 ml ആണ് കൊടുക്കുന്നത്. അതിൽ 1 lakh ഇൻ്റർനാഷണൽ യൂണിറ്റ്സ് ആണുള്ളത്. 1 ml ആയിട്ട് കൊടുക്കും. 1 lakh ഇൻ്റർനാഷണൽ യൂണിറ്റ്സ് ആണ്. നമ്മളെ കോവിഡ് ടൈമിൽ പല ആൾക്കാർക്കും മിസ്സായിപ്പോയ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമായിരുന്നു വൈറ്റമിൻ എ എന്ന് പറയുന്നത്. ഓക്കെ. സോ അപ്പോൾ നമ്മൾ 9 മന്ത്സിൽ വൈറ്റമിൻ എയുടെ ഫസ്റ്റ് ഡോസ് കൊടുത്ത് 1 ml അല്ലാന്നുണ്ടെങ്കിൽ 1 lakh ഇൻ്റർനാഷണൽ യൂണിറ്റ്സ് കൊടുത്തിട്ടാണ് നമ്മൾ വൈറ്റമിൻ എ കൊടുക്കുന്നത്. ഓക്കെ. സോ അപ്പോൾ 9 കംപ്ലീറ്റഡ് മന്ത്സായി. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ചെറിയ ബ്രേക്കാണ്. 9 മന്ത്സ് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 മന്ത്സ് ഒക്കെ ആകുമ്പോഴേ അടുത്ത വാക്സിനേഷൻ വരും. അതായത് 9 മന്ത് കഴിഞ്ഞ് കുട്ടിക്ക് 1 വയസ്സായി. അത് കഴിഞ്ഞിട്ട് 1 വയസ്സ് കഴിഞ്ഞ് 1 വയസ്സായി 4 മാസം കൂടെ ആകുമ്പോഴത്തേനും 16 മന്ത്സ് ആവും. 16 മന്തിൽ കൊടുക്കുന്ന കുറച്ച് വാക്സിൻസാണ് ഇനിയുള്ളത്. ഓക്കെ. 16 മന്തിൽ കൊടുക്കുന്ന വാക്സിൻസ് നോക്കുമ്പോൾ ആദ്യത്തേത് DPT ബൂസ്റ്റർ ഫസ്റ്റ് ഡോസ്. ഓക്കെ. DPT ബൂസ്റ്റർ ഫസ്റ്റ് ഡോസ് അത് 0.5 ml തന്നെയാണ്. IM തന്നെയാണ് കൊടുക്കുന്നത്. അതും നമ്മൾ ആദ്യം പറഞ്ഞ സൈറ്റ് ഹെപ്പറ്റൈറ്റിസ് ബിയുടെ സെയിം സൈറ്റിലാണ്. അതായത് ആൻട്രോ ലാറ്ററൽ ആസ്പെക്റ്റ് ഓഫ് ലെഫ്റ്റ് മിഡ് തൈ അവിടെ തന്നെയാണ് നമ്മൾ DPT ഫസ്റ്റ് ബൂസ്റ്റർ ഡോസ് കൊടുക്കുന്നത്. ഇനി അടുത്ത നമ്മൾ മീസൽസ് റുബെല്ല 9 മന്തിൽ കൊടുത്തു. അതുപോലെ തന്നെ ഇവിടെ മീസൽസ് റുബെല്ലയുടെ സെക്കൻഡ് ഡോസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സബ്ക്യൂ ആണ്. ഓക്കെ. അത് വരുന്നത് റൈറ്റ് അപ്പർ ആമിൽ തന്നെയാണ് വരുന്നത്. നമ്മളവിടെ നേരത്തെ MRൻ്റെ ഫസ്റ്റ് ഡോസ് കൊടുത്ത റൂട്ടും സൈറ്റും സെയിം തന്നെയാണ്. ഓക്കെ. സോ സബ്ക്യൂ ആണ്, റൈറ്റ് അപ്പർ ആമിലാണ് വരുന്നത്. ഓക്കെ. ഇനി ഇവിടെ 16 to 24 മന്ത്സ് നോക്കുമ്പോഴത്തേന് നമുക്ക് അടുത്തൊരു വാക്സിൻ പറയുന്നത് OPV ബൂസ്റ്റർ ഡോസാണ്. OPV ബൂസ്റ്റർ ഡോസ് ആകുമ്പോൾ OPV എവിടെയാണെന്നുണ്ടെങ്കിലും 2 ഡ്രോപ്സ് തന്നെയാണ്. സോ OPV ബൂസ്റ്റർ ഡോസ് കൊടുക്കും ഈ ഒരു 16 മന്ത്സിൽ. സോ പെർ ഓറൽ തന്നെയാണ് റൂട്ട്. ഓക്കെ. ഈ ഒരു കാറ്റഗറിയിൽ 16 to 24 മന്ത്സിൽ വരുന്നതിൽ അടുത്ത വാക്സിൻ വരുന്നത് JE2 അതായത് ജാപ്പനീസ് എൻസെഫലൈറ്റിസിൻ്റെ വാക്സിൻ സെക്കൻഡ് ഡോസായിട്ട് വരുന്നുണ്ട്. അത് 0.5 ml ആണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ IM ആണ്. അവിടെയും നമ്മൾ ആദ്യം പറഞ്ഞ സൈറ്റ് തന്നെയാണ്, ഹെപ്പറ്റൈറ്റിസ് ബിയുടെ സെയിം സൈറ്റ് തന്നെയാണ്. ആൻട്രോ ലാറ്ററൽ ആസ്പെക്റ്റ് ഓഫ് ലെഫ്റ്റ് മിഡ് തൈ അവിടെ തന്നെയാണ് നമ്മൾ JE2 വാക്സിനേഷന് കൊടുക്കുന്നത്.
ഓക്കെ, ഇനി ഒരു വാക്സിനോട് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ 16 to 24 മന്ത്സിൽ കംപ്ലീറ്റ് ആവും. അതായത് അത് വൈറ്റമിൻ എ ആണ്. നമ്മൾ തൊട്ട് മുമ്പത്തെ ഷെഡ്യൂളിൽ നമ്മൾ കൊടുത്തത് വൈറ്റമിൻ എ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ ഫസ്റ്റ് ഡോസ് ആയിരുന്നു കൊടുത്തത്. ഇവിടെ വൈറ്റമിൻ എ സെക്കൻഡ് ഡോസ് വരുമ്പോഴത്തേനും അവിടെ ആദ്യം 1 ml 1 lakh ഇൻ്റർനാഷണൽ യൂണിറ്റ്സ് ആണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ ഇവിടെ 2 ml 2 lakh ഇൻ്റർനാഷണൽ യൂണിറ്റ്സ് ആണ് കൊടുക്കുന്നത്. പെർ ഓറൽ തന്നെയാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ സെക്കൻഡ് ഡോസ് ഓഫ് വൈറ്റമിൻ എ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ 6 മന്തിലും വൈറ്റമിൻ എയുടെ ഡോസ് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. 2 ml തന്നെയാണ്, 2 lakh ഇൻ്റർനാഷണൽ യൂണിറ്റ്സ് തന്നെയാണ്. അത് നമ്മൾ 5 years വരെ നമ്മൾ കൊടുക്കും. ഓക്കെ, സോ അതാണ് ഈ ഒരു ഷെഡ്യൂൾ വരുന്നത്. ഇനി ഈ ഒരു ടൈം കഴിഞ്ഞാൽ, അതായത് 16 വീക്സിൻ്റെ വാക്സിനേഷൻസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ കുട്ടി 5 to 6 years ഒക്കെ ആകുമ്പോൾ 5 വയസ്സ് 6 വയസ്സൊക്കെ ആകുമ്പോഴത്തേനേ അടുത്ത വാക്സിൻ വരുന്നുള്ളൂ. അത് വരുന്നത് DPT ബൂസ്റ്ററാണ്. DPT ബൂസ്റ്റർ ആകുമ്പോൾ DPT ബൂസ്റ്റർ കൊടുക്കുക നമ്മൾ പറഞ്ഞ പോലെ കുട്ടി കുറച്ചുകൂടെ വലുതായി കഴിയും അല്ലേ. അപ്പോൾ കൊടുക്കുന്നത് എമൗണ്ട് സെയിം തന്നെയാണ്, ഡോസ് സെയിം തന്നെയാണ്, 0.5 ml തന്നെയാണ്. IM ആണ്. നമ്മൾ നേരത്തെ കൊടുത്ത സൈറ്റ് ആയിട്ട് ഇതാകുമ്പോഴത്തേന് കുട്ടി കുറച്ചുകൂടെ വലുതായതുകൊണ്ട് അപ്പർ ആമിൽ തന്നെ നമുക്ക് IM ആയിട്ട് കൊടുക്കാൻ പറ്റും. സോ അതാണ് DPT ബൂസ്റ്റർ 2. ഇനി അത് കഴിഞ്ഞ് 5 to 6 years കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 10 yearsലും പിന്നെ 16 yearsലൊക്കെ വരുന്നുള്ളൂ. നമുക്കറിയാവുന്ന പോലെ TT ആണ്. കുട്ടി വലുതായി കഴിയുമ്പോൾ TT ആണ് IMൽ അപ്പർ ആമിൽ കൊടുക്കുന്നത്. ഓക്കെ, സോ ഇത്രയാണ് നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൻ്റെ അണ്ടറിൽ വരുന്ന വാക്സിൻസ്. ഈ ഓരോ കാര്യങ്ങളും നമ്മളിങ്ങനെ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ഒരു സൈറ്റ് പഠിച്ചു കഴിഞ്ഞാൽ അത് തന്നെ പല സ്ഥലത്തും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു വാക്സിനേഷന് നമുക്കിപ്പോൾ BCG ആണെന്നുണ്ടെങ്കിൽ നമ്മളത് ഓർത്ത് വെച്ച് ഇങ്ങനെ ലെഫ്റ്റ് അപ്പർ ആമെന്ന് ഇങ്ങനെ ഓർത്ത് വെക്കേണ്ട കാര്യമില്ല. അത് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവുന്ന കാര്യമാണ്. ഓക്കെ, സോ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ സിംപ്ലിഫൈഡ് ആയിട്ട് പറയുന്ന ഒരു സെഷനാണ് ANS അക്കാഡമിയുടെ ഈ കൺസെപ്റ്റ് സിംപ്ലിഫൈഡ് സെഷൻ എന്നുള്ളത്. എല്ലാവർക്കും വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ഞാൻ ഈ പറഞ്ഞ ഷെഡ്യൂൾ NRHMൻ്റെ സൈറ്റിൽ നിന്ന് എടുത്തിട്ടുള്ള NRHMൻ്റെ തന്നെ ഷെഡ്യൂളാണ്. അതുകൂടെ ഞാനിതിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കണ്ട് പഠിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്.